ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം വിച്ഛിന്നാഭിഷേകം തുടരുന്നു. എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതും നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം ബുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായിക്കൊണ്ട് ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പാദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതും പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനായി നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുൾ ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാം അമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റതും. തത്ര 14 സംവത്സരം വസിച്ച് അത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ. തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ.
പൈതലെ വേർവിട്ടു പോയ പശുവിനുള്ള അധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നിതാകുയിൽ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലമെന്തിനു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതും ഇതിന്നു ശോകിപ്പതിൻ അന്തർമുദാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കു ഉണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്ദൃശ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമാലിംഗനം ചെയ്ത് സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ധ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണൻ പൂർണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരുപമൻ. ലക്ഷ്മണോപദേശം. വത്സസൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും. നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം. അതല്ലായിലെന്തിനാൽ ഫലം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോഹസ്ഥാംബു ബിന്ദുനാ സ്വന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാ മുഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ.
ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിത് സത്വരം. നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മൂടിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചിർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോത്തറിയുന്നീലമായ തൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചെൽപുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ. ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്ന് ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വങ്മാംസരക്താസ്ഥി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളതെന്ന ധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണാം. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും. ദേഹമല്ലോർക്ക് ജ്ഞാനായതാത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടോ. മാതാപിതൃഭാതൃമിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനാകുന്നതു നിർണയം, വൈതരണ്യാഖിയാകുന്നതു തൃക്ഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ, സന്താപമെന്നാലൊരു ജാതിയും വരാ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ വിച്ഛിന്നാഭിഷേക ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു, രാമനെ കാട്ടിലേക്ക് അയക്കുന്ന ആ ദുഃഖം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീണതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം തൻ്റെ മകൻ വിട്ടുപോകുന്നതിലുള്ള ദുഃഖം സഹിക്കവയ്യാതെ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ജീവനായക, നിന്നെ ഞാൻ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എന്നെ വിട്ടിട്ട് നീ എങ്ങനെയാണ് കൊടുങ്കാട്ടിലേക്ക് പോകുക
എന്നൊക്കെ പലതും പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് നിൽക്കുന്ന ആ പിതാവിനെ പല കാര്യങ്ങളും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രപ്രഭു ചെയ്യുന്നത്. ശേഷം തണുത്ത വെള്ളം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖവും ഒക്കെ നനച്ചിട്ട് വാക്പടുവായ ഭഗവാൻ രാമൻ തൻ്റെ പിതാവിനെ തൻ്റെ അമൃതവചനങ്ങളാൽ സമാശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നാം അടുത്ത ഭാഗത്തിൽ പഠിക്കുവാൻ പോകുന്നത്. നോക്കൂ, എന്തിനൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നത്, എന്തൊരു ദണ്ഡമിതിന്നു മഹീപതി. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ല രണ്ടിനും. അപ്പോൾ അച്ഛൻ നൽകിയ 2 വരങ്ങൾ നിറവേറ്റാനായിട്ട് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അങ്ങയുടെ സത്യത്തെ പരിപാലിക്കുവാനായിട്ട് ഉള്ള ശക്തി ഞങ്ങൾക്ക് വേണ്ടത്ര ഉണ്ടെന്ന് പറയുകയാണ്. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക, സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. സഹോദരൻ ഇവിടെ രാജ്യം ഭരിച്ചോട്ടെ, ഞാൻ വനത്തിൽ വാണുകൊള്ളാം. ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. രാമൻ പറയുകയാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാജ്യഭരണം നടത്തുന്നതിനേക്കാൾ സുഖം എന്താണ്? കാട്ടിൽ വാഴുന്നതാണ്. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചത് നന്നായി. നോക്കൂ, രാമൻ പറയുന്നു, ഒരു പ്രയാസവുമില്ലാതെ നല്ല കർമ്മമാണ് അമ്മ എനിക്ക് വിധിച്ചിരിക്കുന്നതെന്ന്. അമ്മയോട് ദേഷ്യപ്പെടുന്നില്ല. നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിലോ കേട്ടാൽ വാളെടുക്കും, ക്രോധാവേശിതരാകും, പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ എല്ലാം സംയമനത്തോടെ നിർവഹിക്കുന്ന രാമൻ നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു മാർഗദർശിയാണ്. പിന്നീട് നോക്കൂ, മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ ഓവതിനായി വരുന്നേൻ എന്നരുളി ചെയ്ത് ദേവനും മാതൃഗേഹം പുക്കതു നേരം. അദ്ദേഹം പറയുകയാണ്, രാമൻ പറയുകയാണ്, ഇനി കൗസല്യ മാതാവിനെ വണങ്ങി സീതയോടും പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോകാൻ ഞാൻ വൈകാതെ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അമ്മയുടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു അമ്മയുടെ ആ ഒരു ഭവനത്തിലേക്ക് പോവുകയാണ്. മാതൃഗേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്തം അതീവദാനങ്ങൾ ചെയ്താതരാൽ. അപ്പോൾ ധർമ്മനിഷ്ഠയായ ആ മാതാവ് ആദരണീയരായ ബഹുമാനിക്കത്തക്കവരായ ബ്രാഹ്മണരെ കൊണ്ട് പുത്രൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഹോമപൂജാദികളൊക്കെ നടത്തി അവർക്ക് ദാനങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ച് ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അങ്ങനെ ഭക്തിയോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനത്തിൽ മുഴുകി ഇരിക്കുന്ന കൗസല്യ തൻ്റെ അടുത്ത് വന്നു ചേർന്ന തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ആ രാമചന്ദ്രനെ കണ്ടില്ല. അന്തികേ ചെന്ന് കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ, രാമൻ ഉപഗതനായത് കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്ന്. അപ്പോഴാണ് കൗസല്യയുടെ അടുത്തേക്ക് സുമിത്ര ചെന്നിട്ട് പറയുകയുണ്ടായി, നോക്കൂ, രാമൻ വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. രാമൻ ഉപഗതനായത് കണ്ടില്ലേ? വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. അപ്പോൾ തൻ്റെ അടുത്ത് വന്ന് വന്ദിച്ച് തൊഴുകയോടെ നിൽക്കുന്ന അമ്മയോടൊക്കെ എത്ര ബഹുമാനമാണെന്ന് നോക്കൂ. രാമനെ കൗസല്യ മുറുകെ പുണരുകയുണ്ടായി.
പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമ കളേവരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൾ. തൻ്റെ മകനെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് നെറുകയിൽ സന്തോഷപൂർവ്വം ചുംബിച്ചു, മുറുകെ പുണർന്നു. ശേഷം നീലത്താമര പൂവിതൽ പോലെ ആ ശ്യാമളമായ ആ കറുത്ത കാർമേഘത്തിൻ്റെ നിറത്തിലുള്ള ആ തൻ്റെ മകൻ്റെ ശരീരം പതുക്കെ പതുക്കെ തലോടിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ് കൗസല്യ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ. അപ്പോൾ മക്കളുടെ മുഖം കാണുമ്പോൾ അമ്മമാർക്കറിയാമല്ലേ. അപ്പോൾ ഇവിടെ തൻ്റെ മകൻ്റെ മുഖം വാടിയിരിക്കുകയാണ്. മകനെ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. വിശക്കുന്നത് കൊണ്ടാണോ? പാരം വിശക്കയോ? നല്ലവണ്ണം വിശക്കുന്നുണ്ടോ? നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടോ? വന്നിരുന്നു ഭുജിപ്പതിനാശുനി എന്ന് മാതാവ് പറഞ്ഞു. എന്നാൽ വരൂ, നിനക്ക് വിശക്കുന്നുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം മുഖം വാടിയിരിക്കുന്നത്. വന്നിരുന്ന് ആഹാരം കഴിക്കൂ എന്ന് മാതാവ് പറഞ്ഞപ്പോൾ പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. മാതാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ, വന്ന് കഴിക്കൂ മകനെ എന്ന് പറഞ്ഞപ്പോൾ ദുഃഖമടക്കി പിടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറയുകയാണ്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. മുൽപ്പാട് കേകയപുത്രിയാം അമ്മയ്ക്ക് മൽപ്പിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്ക് എന്നതും എന്നെ വനത്തിനയക്ക് എന്ന് മറ്റതും. തത്ര 14 സംവത്സരം വസിച്ച് അത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. ഒറ്റ ശ്വാസത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, ഇപ്പോൾ ആഹാരം കഴിക്കാൻ എനിക്ക് അവസരമില്ല, നിവൃത്തിയില്ല. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എവിടെ പോകണം? വനവാസത്തിന് പോകണം. പിന്നെ കാര്യം പറയുകയാണ്. മുമ്പ് കൈകേയി അമ്മയ്ക്ക് അച്ഛൻ 2 വരം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് ഭരതനെ യുവരാജാവാക്കി വാഴിക്കണം, മറ്റൊന്ന് രണ്ടാമത്തത് എന്നെ വനവാസത്തിന് അയക്കുക എന്നുള്ളത്. അതുകൊണ്ട് കാട്ടിൽ 14 വർഷം താമസിച്ചിട്ട് താമസിയാതെ തന്നെ ഞാൻ മടങ്ങി വരാം എന്നാണ് പറയുന്നത്. സന്താപമേതും മനസ്സിലുണ്ടാവാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. എന്നെ പ്രതി അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകരുത്, അമ്മ ദുഃഖിക്കരുത്, സന്തോഷത്തോടുകൂടി ഇവിടെ വസിക്കുക, ഞാൻ മടങ്ങി വരുന്നത് വരെ എന്നാണ് പറയുന്നത്. ശ്രീരാമ വാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ച് വീണിടിനാളാവുലാൽ. മാതാവ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണോ പറഞ്ഞത്? ഇപ്പൊ ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അതിൻ്റെ ആ വാക്കുകളിൽ തുടിച്ചു നിന്നിരുന്ന ആ ഒരു ദുഃഖം സഹിക്കുവാനാവാതെ കൗസല്യ ബോധം കെട്ട് നിലത്ത് വീണു. പിന്നെ മോഹം തീർന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധമൊക്കെ തെളിഞ്ഞു. അങ്ങനെ ആ ദുഃഖസമുദ്രത്തിൽ, ദുഃഖാർണവം എന്നാണ് പറയുന്നത്, ദുഃഖമാകുന്ന സമുദ്രത്തിൽ മുഴുകിയിട്ട് മകനോട് ഇപ്രകാരം പറയുകയാണ്. എന്താണ് മകനോട് പറയുന്നത്? ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. ഇന്ന് നീ കാനനത്തിൽ, വനത്തിൽ പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം, നിർബന്ധമായിട്ട് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? നിന്നെ പിരിഞ്ഞ് അരനിമിഷം പോലും എനിക്ക് ഇവിടെ കഴിയാനാവില്ല, ജീവിച്ചിരിക്കാനാവില്ല. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ, നീ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പിന്നെ നിർബന്ധപൂർവം പറയുകയാണ്, ആജ്ഞ പോലെ പറയുകയാണ്. നീ ദണ്ഡകാരണ്യത്തിൽ, വനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് പോവുക? ഞാൻ ദണ്ഡധരാലയത്തിന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാലപുരിക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൗസല്യ വീണ്ടും പറയുകയാണ്, പൈതലെ വേർവിട്ടു പോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. കുട്ടിയെ വേർപിരിഞ്ഞ ഒരു പശുവിൻ്റെ ദുഃഖം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇല്ല. നാട് വാഴേണം ഭരതനെന്നാകിൽ നീ കാട് വാഴേണമെന്നുണ്ടോ വിധിമതം. ഭരതന് നാട് വാഴണം ഉണ്ടെങ്കിൽ വാണോട്ടെ എന്ന് വെച്ച് നീ കാട് വാഴണമെന്ന് ഉണ്ടോ? എന്തു പിഴച്ചിതു കൈകേയിയോട് നീ ചിന്തിക്ക, ഭൂപനോടും കുമാരാബലാൽ. കൈകേയിയോടും രാജാവിനോടും നീ അറിഞ്ഞുകൊണ്ട് എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ പറയുന്നു, പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ. അതിനു മുൻപ് താതനും
ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു തെറ്റില്ലെന്നു നിർണയം. അപ്പോൾ പറയാണ്, ഗുരുവെന്ന നിലയിലും നിന്റെ അച്ഛനും ഞാനും തുല്യനാണ്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പോകണമെന്ന് താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഒട്ടും വ്യത്യാസമില്ല. അതുകൊണ്ട് നീ വനത്തിൽ പോകണമെന്ന് അച്ഛൻ നിയോഗിച്ചാൽ പോകരുതെന്ന് ഞാൻ പറയും, ഞാൻ തടയും നിന്നെ. ഇനി എൻ്റെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാച ഗമിക്കുന്നതാകിലോ ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോവും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അച്ഛൻ പറഞ്ഞു നീ വനത്തിന് പോകണം, എനിക്കും അധികാരമുണ്ട്, ഞാൻ അമ്മയാണ്, നിന്റെ മാതാവാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കൽപ്പിക്കുന്നു, നീ പോകാൻ പാടില്ല. ഇനി എൻ്റെ വാക്ക് പറന്ന് അച്ഛൻ്റെ വാക്ക് അച്ഛൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് നീ പോകുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനവ വംശം, ഈ മനുവിൻ്റെ ഈ വംശം ഇതോടെ തന്നെ മുടിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് വളരെ സങ്കടത്തോടുകൂടി കൗസല്യ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ കൗസല്യയുടെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു എന്താണ് പറയുന്നത്? തത്ര കൗസല്യാ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോര് സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാൽ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. അപ്പോൾ തൊട്ടടുത്ത് ആര് നിൽക്കുന്നുണ്ട്? അനുജനായ ലക്ഷ്മണൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൗസല്യയുടെ വാക്കുകൾ പ്രകാരം, ഈ ദുഃഖത്തോടു കൂടിയ വാക്കുകൾ കേട്ടിട്ട് ലക്ഷ്മണന് വളരെയധികം ദുഃഖവും ഉണ്ടായി, അതുപോലെ തന്നെ കോപവും ഉണ്ടായി. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ പോലെ ഉള്ളയാളല്ല, ക്ഷിപ്രകോപിയാണ്. അപ്പോൾ തൻ്റെ ആ കോപത്തിൽ, ആ കോപം നിറഞ്ഞ കണ്ണിലെ തീ കൊണ്ട് ലോകത്തെ എല്ലാം ദഹിപ്പിച്ച് കളയും എന്നുള്ള വിധത്തിൽ ശ്രീരാമചന്ദ്രനെ നോക്കി ഇപ്രകാരം പറയുകയാണ്. എന്താണ് ലക്ഷ്മണൻ പറയുന്നത്? ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച് അഭിഷേകം അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധമില്ലേതും ഇതിന് ശോകിപ്പതിന് അന്തർമുതാ വസിച്ചിടുക മാതാവേ. കൗസല്യയോട് പറയുകയാണ്, ക്രോധത്തോട് പറയുകയാണ്. എന്താണ്? ഇത് നിമിത്തം അങ്ങ് വിഷമിക്കാനൊന്നുമില്ല. അച്ഛനെപ്പോലും ബന്ധിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ജ്യേഷ്ഠന് എന്ത് ചെയ്യാനും, ജ്യേഷ്ഠൻ്റെ ഹിതത്തിന് വേണ്ടി എന്ത് ചെയ്യാനും, ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് ആ ഒരു അനുജനുള്ളത്. ആ ജ്യേഷ്ഠനോടുള്ള ഭക്തിയും ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജ്യേഷ്ഠാനുജന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് രാമലക്ഷ്മണന്മാർ. ലക്ഷ്മണൻ പറയുകയാണ്, ഭ്രാന്തചിത്തനും മൂഢനും വൃദ്ധനും സ്ത്രീജിതനുമായ ലജ്ജയില്ലാത്തവനും അങ്ങനെയുള്ള ആ ഒരു അച്ഛനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റുള്ള ശത്രുക്കളെ എല്ലാം കൊന്നതിന് ശേഷം ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകം, ജ്യേഷ്ഠൻ്റെ അഭിഷേകം ഒരു തടസ്സവും കൂടാതെ നടത്തുവാൻ എനിക്ക് കഴിയും അമ്മേ. അമ്മ ഇക്കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം ചെയ്യാൻ ഞാൻ മാത്രം മതി എന്നുള്ള ആ ഒരു തൻ്റെ ഇടത്തോടു കൂടിയുള്ള പറച്ചിലാണ്. അപ്പോൾ ക്രോധം വന്നു കഴിഞ്ഞാൽ മനുഷ്യരല്ലാതായിത്തീരും, നാം അല്ലാതായിത്തീരും. അപ്പം അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടെ ഇവിടെ എഴുത്തച്ഛൻ നമ്മോട് പറയുന്നുണ്ട് രാമനിലൂടെ. തുടർന്ന് ലക്ഷ്മണൻ പറയുകയാണ്, ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കുണ്ടതെന്ന് നിർണയം, കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. പറയുകയാണ്, ശ്രീരാമചന്ദ്രനെ അഭിഷിക്തനാക്കാനായിട്ട് എനിക്ക് ശക്തിയുണ്ട്. ഈ കാര്യമില്ലാത്തത് ഗുരു ചെയ്താൽ പോരും. ഗുരു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പിതൃസമാനനായ ആരും ആകാം. ഗുരുവിനെയും ശാസിക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്.
ഇത്തം പറഞ്ഞ് ലോകത്രയം തദ്രുഷാ ദഗ്ധമമ്മാറ് സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്ത് വന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്ത് സുന്ദരൻ ഇന്ദിരാമന്ദിരവത്സൻ ആനന്ദസ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷ നിദ്രാദി വൃന്ദാരക വൃന്ദ വന്ദ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്ര ബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരവൃന്ദ മന്ദാര ദാരുമാൻ. അപ്പോൾ നോക്കൂ, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് തൻ്റെ അഗ്നിയാൽ, നേത്രാഗ്നിയാൽ, ആ കോപാഗ്നിയാൽ 3 ലോകവും ദഹിപ്പിക്കുന്നത് പോലെ അങ്ങനെ നിൽക്കുന്ന ആ ലക്ഷ്മണൻ്റെ അടുത്ത് എന്ന് പുഞ്ചിരിയോടുകൂടി ശ്രീരാമൻ പതുക്കെ തൻ്റെ അനുജനെ, തൻ്റെ പ്രിയപ്പെട്ട അനുജനെ മുറുകെ പുണരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഭഗവാനെ ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദരൻ, ഇന്ദിരാമന്ദിര വത്സൻ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ മനോഹരനും ലക്ഷ്മീ ദേവിയുടെ, ഇന്ദിരയുടെ വാസസ്ഥാനമായ മാറിടത്തോടു കൂടിയവനും ആനന്ദസ്വരൂപനും അതുപോലെ തന്നെ വണ്ടിൻ്റെ നിറമുള്ളവനുമായ ഇന്ദീവരാക്ഷൻ, ആ താമരക്കണ്ണൻ, പിന്നെ ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹം വന്ദിക്കുന്ന ആ ഒരു പാദപങ്കജം, ഭഗവാനെ എല്ലാവരും വന്ദിക്കുന്നതാണല്ലോ. ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാർ വന്ദിക്കുന്നതാണ്. ഇന്ദ്രാദി സമൂഹത്താൽ പോലും വന്ദിക്കപ്പെടുന്ന 2 ചരണങ്ങളോട് കൂടിയവനുമായ ആ ഭഗവാനെ, അതുപോലെ തന്നെ പൂർണ്ണചന്ദ്ര മുഖമുള്ളവനെ, അതുപോലെ തന്നെ ഇന്ദുചൂടപ്രിയനായ, ചന്ദ്രശേഖരനായ ആ ശിവന് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ, ഭക്തലോകത്തിന് കൽപ്പവൃക്ഷം പോലെയുള്ളവനുമായ ആ ഒരു ഭഗവാൻ, മന്ദാര ദാരുവം എന്ന് പറഞ്ഞാൽ മന്ദാരു എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്നവരുടെ വൃന്ദത്തിന്, സമൂഹത്തിന് മന്ദാരദാരു കൽപ്പവൃക്ഷമായിട്ടുള്ളവനായ ആ ഭഗവാൻ, ശിവപ്രിയനായ ആ ഭഗവാൻ, ഭക്തസമൂഹത്തിന് കൽപ്പവൃക്ഷം പോലെയുള്ള ആ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ അനുജനായ ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരം പറയുകയാണ്. അടുത്ത ഭാഗം ലക്ഷ്മണോപദേശമാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നൊരു ഭാഗമാണ് ലക്ഷ്മണോപദേശം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമാജത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഉപദേശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാഠപുസ്തക കമ്മിറ്റി പിന്നീട് ലക്ഷ്മണോപദേശം എന്നുള്ളത് ലക്ഷ്മണ സാന്ത്വനം എന്ന പേരിലാക്കി മാറ്റുകയുണ്ടായി. ഭാഗങ്ങൾ, രാമായണത്തിൻ്റെ ഭാഗം ഇത് തന്നെ, പക്ഷേ പേര്, തലവാചകം അങ്ങോട്ട് മാറ്റി. ഉപദേശത്തിന് പകരം ആശ്വസിപ്പിക്കലായി, സാന്ത്വനമായി. കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും അതാണ്. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? ഉപദേശമാണെന്ന് അവർ പറയും. ഇവിടെ ആ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സമാജത്തിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നോക്കൂ, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. വത്സ എന്നാണ് വിളിക്കുന്നത്, പേര് പോലുമല്ല വിളിക്കുന്നത്. വത്സ എന്ന് വിളിച്ചതിന് ശേഷമാണ് സൗമിത്രേ, സുമിത്രയുടെ പുത്രനായ അല്ലയോ കുഞ്ഞേ, അല്ലയോ മോനെ, മത്സരബുദ്ധി ഉപേക്ഷിച്ച്, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ, മത്സരബുദ്ധി ഉപേക്ഷിച്ച് നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. അപ്പം നീ ആരാണെന്നും നിന്റെ പരമാർത്ഥം എന്താണെന്നും എനിക്കറിയാം. അപ്പോൾ നിനക്ക് എന്നോടുള്ള വാത്സല്യാധിക്യം മറ്റാർക്കുമില്ല, അതും എനിക്കറിയാം. നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അതാണ് പറയുന്നത്, നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും, നിനക്ക് അസാധ്യമായിട്ട് ഒരു കാര്യം ഇല്ല, അത് തീർച്ചയാണ്, നിർണയം തീർച്ചയാണ്. എങ്കിലും ഒന്നിത് കേൾക്ക നീ. നിനക്ക് ഈ ലോകത്ത്, ഈ ഭൂലോകത്ത് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നീ എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ അതൊക്കെ സാധ്യമായിട്ട് വരും, തീർച്ചയാണത്. എങ്കിലും ഞാൻ നിന്നോട് 1-2 കാര്യങ്ങൾ പറയട്ടെ, ചിലത് പറയട്ടെ എന്ന് പറയുകയാണ്.
ഇവിടെ തത്വചിന്തയാണ്, വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗമാണ്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ലായികിലെന്തിനാൽ ഫലം. ഭഗവാൻ പറയുകയാണ്, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും, ഈ കാണുന്ന രാജ്യം, ദേഹം മുതലായവയും, അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും ധനധാന്യാദികളും ഒക്കെ സത്യമാണെങ്കിൽ നിന്റെ പ്രശ്നം ശരിയാണ്. ഈ കാണുന്നതൊക്കെ സത്യമാണ് എങ്കിൽ നിന്റെ പ്രശ്നവും ശരിയാണ്. ഇനി സത്യമൽ എന്നാകിൽ തൽപ്രയാസം തവ യുക്തം, യുക്തമാണോ, ശരിയാണോ? അതല്ലായെങ്കിൽ എന്തിനാൽ ഫലം. ഇനി ഇതൊന്നും സത്യമല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ എല്ലാം ഫലം? നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ ഫലം എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമാർക്കുന്നു. ഈ ലൗകിക സുഖങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെയാണ്, മിന്നൽ പിണർ പോലെ പെട്ടെന്ന് മറയുന്നതാണ്. ഇപ്പോൾ ലൗകിക സുഖങ്ങളെല്ലാം തന്നെ നശിക്കും. നഷ്ടമായുസ്, ആയുസ്സും വേഗം നശിക്കുന്നത് നീ ഓർക്കുക. വന്നി സന്തപ്തലോഹസ്ഥാമ്പ് ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വന്നി സന്തപ്തലോഹസ്ഥാമ്പ് ബിന്ദുന, ഒരു ചുട്ടുപഴുത്ത ലോഹ തകിടില് ഒരു തുള്ളി വെള്ളം വീണാൽ എപ്രകാരമാണ് ആ വെള്ളത്തുള്ളി നശിച്ചു പോകുന്നത്, പെട്ടെന്ന് ആവിയായി പോകുന്നത്, അതേപോലെ നശിക്കുന്നതാണ് മനുഷ്യജന്മം. തുടർന്ന് ഭഗവാൻ പറയുകയാണ്, ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്ഥമാ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണൻ പാമ്പാണ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ദർദുരം തവള ആഗ്രഹത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് പോലെ, ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെയാണ് കാലാഹിന പരിഗ്രസ്ഥമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അപ്പോൾ കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെട്ടവരാണ് ഈ ഒരു ജീവിവർഗങ്ങളെല്ലാം തന്നെ. അപ്പോൾ കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവികളും ആഗ്രഹം നിറഞ്ഞ മനസ്സോടു കൂടിയിട്ടാണ് ലൗകിക സുഖങ്ങൾ അല്ലെങ്കിൽ ആ അനുഭൂതികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുത്രന്മാർ, ബന്ധുക്കൾ, സമ്പത്ത്, ഭാര്യ ഇവയോടെല്ലാമുള്ള ബന്ധം അല്പകാലത്തേക്ക് മാത്രമാണെന്ന് നീ ഓർക്കുക. പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാ ഒഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം. മറ്റൊന്നും കൂടി നീ ഓർക്കുക. ക്ഷീണിച്ച് പെരുവഴിയമ്പലത്തിൽ, അതായത് വിശ്രമ കേന്ദ്രങ്ങളിൽ തൽക്കാല വിശ്രമത്തിന് വേണ്ടിയിട്ട് വന്നു ചേരുന്ന വഴിയാത്രക്കാർ പലരും അവരുടെ വിശ്രമിച്ചതിന് ശേഷം പിരിഞ്ഞു പോകാറില്ലേ? അതേപോലെയും, അതുപോലെ തന്നെ നദ്യാം ഒഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും, നദിയിലൂടെ ഒരുമിച്ച് ചേർന്ന് ഉണങ്ങിയ മരക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വരാറില്ലേ? അങ്ങനെ പലതും ഒന്നായിട്ട് ഒഴുകി വരും, പിന്നീട് പലതായിട്ട് പോവുകയും ചെയ്യും. ഒന്നിച്ചൊഴുകി വരുന്നവ പലതായിട്ട് വേർപിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതേപോലെയാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ പോലെ എത്രയും ചഞ്ചലം ആലയസംഗമം. ആലയസംഗമം വീടുമായിട്ടുള്ള ബന്ധം, ഗാർഹിക ജീവിതം അല്ലെങ്കിൽ ബന്ധങ്ങളുമൊക്കെ അവരൊക്കെ അസ്ഥിരമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അതുപോലെ തന്നെ ഈ ഐശ്വര്യവും മനുഷ്യർക്ക് സ്ഥിരമായിട്ടുണ്ടാവില്ല. തുടർന്ന് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അപ്പോൾ ഐശ്വര്യവും, ലക്ഷ്മി ഐശ്വര്യമാണല്ലോ, ഐശ്വര്യം മനുഷ്യർക്ക് സ്ഥിരമായി നിൽക്കുന്നതല്ല. അതുപോലെ തന്നെ നിൽക്കുമോ യൗവനവും പുനരധ്രുവം, യൗവനവും സ്ഥിരമായിട്ട് നിൽക്കുന്നതില്ല. അപ്പോൾ ഐശ്വര്യവും ആയുസ്സും യൗവനവും ഒക്കെ തന്നെ ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. കൂടാതെ സ്വപ്നസമാനം കളത്രസുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. അതുപോലെ തന്നെ ഭാര്യാസുഖം, കളത്രസുഖം എന്ന് പറഞ്ഞാൽ ഭാര്യാസുഖം, കളത്രം ഭാര്യ, ഭാര്യാസുഖം മനുഷ്യർക്ക് വെറും സ്വപ്നത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. മനുഷ്യർക്ക് ഈ രാഗാദികൾ കൊണ്ട്, രാഗം
മാനുഷിക വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലൗകിക ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വപ്നം പോലെ തന്നെയാണ്. ആ തത്വം നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ഗന്ധർവ നഗരം എന്നുള്ളത് ഒരു സാങ്കല്പികമാണ്. അപ്പോൾ ഗന്ധർവ നഗരം ആകാശത്തിലെ മേഘങ്ങളുടെ ചലനവിശേഷത്താൽ രൂപപ്പെട്ട് വരുന്ന രൂപങ്ങളും അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെട്ട് അടുത്ത ക്ഷണം തന്നെ അപ്രത്യക്ഷമാകുന്ന മായാനഗരമാണ്. അപ്പോൾ ഇത് മായാനഗരമെന്നും ഗന്ധർവ നഗരമെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നിക്കുന്നതുമായ ഒരു പ്രതിഭാസമാണ് ഇത് ഗന്ധർവ നഗരം എന്നുള്ളത്. അതുകൊണ്ട് അത് മൂഢന്മാരെന്ത് വിചാരിക്കും? അത് ഉള്ളതാണെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് പറയുന്നു, ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിത് സത്വരം. ആദിത്യദേവൻ സൂര്യൻ സമുദ്രത്തിൽ, യാദപ്പതി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ പെട്ടെന്ന് ഉദിച്ച് മറയുകയാണ് ചെയ്യുന്നത്. നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ. നമ്മൾ ഉണർന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് സൂര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നാം ഉറങ്ങി ഉണരുമ്പോഴേക്കും ഉദയപർവ്വതത്തിന് മുകളിൽ സൂര്യൻ വീണ്ടും എത്തുന്നു, അല്ലേ? അപ്പോൾ മൂഢബുദ്ധികളായ ഈ മനുഷ്യരിതൊന്നും അറിയുന്നില്ല. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നത് ഏതും അറിവിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാൽ. ഇവര് മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഒന്നും മായാസമുദ്രം മായയാകുന്ന സമുദ്രമാണ്. അതായത് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കലാണ് ഈ മായയുടെ സ്വഭാവം തന്നെ. അപ്പോൾ മായാസമുദ്രത്തിൽ ഇവർ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് അജ്ഞാനത്താൽ ഒന്നും അറിയുന്നില്ല. വാർദ്ധക്യമോട് ജരാനരയും കൊണ്ട് ചേർത്ത മോദേന മരിക്കുന്നത് ചിലര് ആയുസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അറിയുന്നേയില്ല. വാർദ്ധക്യം വരുന്നു, ജരാനരകൾ ബാധിച്ചാലും ചിലര് ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലല്ലോ എന്നുള്ള വിഷാദമാണ്. ചിലപ്പോൾ മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും ഈ ചിന്ത, എനിക്ക് ഇനിയും ജീവിക്കണം, ലൗകിക സുഖങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടില്ല എന്നൊക്കെയുള്ള ചിന്തയുണ്ടാകുന്നത് അപ്പോഴാണ്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ വാർദ്ധക്യമോട് ജരാനിരയം കൊണ്ട് ചേർത്ത മോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കേ പുനർ ഓർത്തറിയും നീലമായ തൻ വൈഭവം. അപ്പോൾ ഈ ബാഹ്യമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഈ മായയുടെ വൈഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്പോൾ പകലാണ്, പകൽ കഴിഞ്ഞാൽ എന്തുണ്ടാകും? രാത്രി ഉണ്ടാകും. അതിനുശേഷം പിന്നെ എന്താണ്? വീണ്ടും പകലുണ്ട്. പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ച് മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ വിശേഷങ്ങളൊന്നും ഓരായികയാൽ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പകൽ കഴിഞ്ഞാൽ പിന്നീട് രാത്രി വരും, രാത്രി കഴിഞ്ഞാൽ പിന്നീട് പകലുണ്ടാകും. ഇങ്ങനെ വിചാരിച്ച് മന്ദബുദ്ധികൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ചിൽപുരുഷൻ്റെ ആ ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ്റെ ആ ലക്ഷ്യം എന്താണെന്നോ, ആ കാലസ്വരൂപനായ ഭഗവാന്റെ ലീലാവിലേശങ്ങൾ, കാലമാകുന്ന രൂപത്തിലാണ് ഭഗവാനുള്ളത്. ആ വിശേഷങ്ങളൊന്നും അറിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാർ ആമകുംഭാമ്പു സമാനം ആയുസ്സുടൻ പോമേതും ധരിക്കുന്നതില്ലാരുമേ. എന്താണ് ഇവിടെ പറയുന്നത്? ആമകുംഭാമ്പു, ആമ കുംഭത്തിലെ, അതായത് ചൂളയിൽ വയ്ക്കാത്ത പച്ചമൺകുടത്തിലെ അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം. ആ വെള്ളത്തിന് സമമാണ് മനുഷ്യന്. അപ്പം ചുടാത്ത ചൂളയിൽ വെച്ചിട്ട് ചുടാത്ത പച്ചമൺകുടത്തിലെ വെള്ളം അല്പാൽപ്പം എങ്ങനെ ഉണ്ടാകും? ചോർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചൂളയിൽ വെച്ച കലങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂളയിൽ വെക്കാത്ത പാത്രത്തിൽ വെള്ളം ചോർച്ചയുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് മനുഷ്യരുടെ അവസ്ഥ.
ആമകും പാമ്പു സമാനം ആയുസ്സുടൻ പോമേതും ധരിക്കുന്നതില്ലാരുമേ. അങ്ങനെ ആയുസ്, വെള്ളം എങ്ങനെയാണോ അപ്രകാരമാണോ ചുടാത്ത പാത്രത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നത്, അതേപോലെ നമ്മുടെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവരാരും അറിയുന്നില്ല. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരീരത്തിൽ രോഗങ്ങളൊക്കെ വന്നു വരുന്നത്. രോഗമാകുന്ന ശത്രുക്കൾ ശരീരത്തെ വന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യാഘ്രിയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. രോഗം പിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെയാണ് വ്യാഘ്രിയെ പോലെ, വ്യാഘ്രി എന്ന് പറഞ്ഞാൽ പെൺപുലി, കടുവ എന്നും പറയാം, ജര വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് ശത്രുക്കളായ രോഗങ്ങൾ വരുന്നു. ഉടനെ പെൺപുലികളെ പോലെയുള്ള ജരാനരകൾ, വാർദ്ധക്യവും വന്ന് ആക്രമിച്ചിട്ട് ശരീരത്തെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും വാർത്തുള്ളിലിരിക്കുന്നു. മരണവും ഒരു നേരം പോലും നമ്മെ പിരിയാതെ ഉണ്ട്. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആളാണ് ഈ മരണം എന്ന് പറയുന്നത്. അത് നമ്മെ പിരിയാതെ അവസരം നോക്കി ഇങ്ങനെ പാർത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും. ദേഹം നിമിത്തം, തൻ്റെ ഈ ശരീരം, ദേഹബോധം, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് ഏവർക്കുമുള്ളത്. ഞാൻ ശരീരമല്ല. ഭഗവാൻ രമണ മഹർഷി പറയുന്നത് പോലെ ഹൂ ആമൈ, ഞാൻ ആരാണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മരണചിന്ത, മരണഭയമൊക്കെ അകന്നു പോകും. രമണ മഹർഷിക്ക് മരണഭയം ഉണ്ടായെന്നും അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ തത്വവിചാരം ഉണ്ടായതെന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദേഹബോധം നിമിത്തമുള്ള അഹംബുദ്ധി കൈക്കൊണ്ടിട്ടാണ് അജ്ഞാനികളായ മനുഷ്യർ എന്താണ് പറയുന്നത്? ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട് മോഹം കലർന്ന് ഇപ്രകാരം ചിന്തിക്കുകയാണ് അവർ. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആ സമയത്താണ് ആര് വരുന്നത്? മരണം സമാഗതമാകും. മരണം ഏതു നിമിഷവും വന്നു ചേരും. ഇങ്ങനെ അഹങ്കരിച്ചിരിക്കുന്ന സമയത്താണ് മരണം വന്നു ചേരുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന് കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ചിന്ത. ഇപ്പോഴിങ്ങനെ ഞാൻ ബ്രാഹ്മണനാണ്, രാജാവാണ്, ആഢ്യനാണ് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് അഹങ്കരിച്ച് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണം വന്നു ചേരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തിന് പ്രസക്തിയൊന്നുമില്ലല്ലോ. ദേഹി നമ്മളിൽ നിന്ന് വേർവിട്ട് പോയാൽ ദേഹത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അത് ചീഞ്ഞഴുകി പോകും അല്ലേ. അപ്പോൾ നമ്മുടെ ആ ജഡം ജന്തുക്കൾ ചിലപ്പോൾ ഭക്ഷിച്ചെന്ന് വരാം, അവർ കാഷ്ടിച്ചെന്ന് വരാം, ചിലപ്പോൾ വെന്ത് ചാരമായിട്ട് തീർന്നെന്ന് വരാം. ഇനി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മണ്ണിനടിയിൽ കൃമികളായി തീരാം. അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ചുള്ള ഈ ബോധം, ചില അഹംബോധം, അതിമോഹം, ബോധം ഉണ്ടാകണം നമുക്ക്. അഹംബോധമൊക്കെ നല്ലതാണ് ഒരു പരിധി വരെ. അതിമോഹം നന്നല്ല എന്ന് ഭഗവാൻ ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്. ത്വങ് മാംസരക്താസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ഈ ശരീരം എങ്ങനെയുള്ളതാണ്? ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ ശരീരം എങ്ങനെയാണ്? ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനമാണ് ഈ ശരീരം. തൊലിയും മാംസവും രക്തവും മലവും മൂത്രവും ശുക്ലവും എന്നിവയൊക്കെ ചേർന്നതാണ് നമ്മുടെ ഈ ശരീരം. നമ്മുടെ ഈ തൊലി അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ആ വൃത്തികെട്ട ഒരു ശരീരമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ തൊലിയാൽ മൂടിയിരിക്കുന്ന ഈ ശരീരത്തെ നമ്മളിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. മായാമയവും നാശോന്മുഖവുമായ ഈ ഒരു ശരീരത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് പറയും. തുടർന്നുള്ള ഭാഗത്ത് പറയുകയാണ്, മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതദ്രുവം. ഇപ്പോൾ മായാമയവും നാശോന്മുഖവുമായ ഈ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വികാരിയായുള്ളതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, പരിണാമം വന്നുകൊണ്ടിരിക്കുന്നതാണ്.
ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിയ നീ ലക്ഷ്മണ. അപ്പോ ലക്ഷ്മണനോട് ഭഗവാൻ പറയുകയാണ്, ഞാൻ ഈ ദേഹമാണ് എന്നുള്ള വിചാരമാണ് മനുഷ്യർക്കുള്ളത്. ആ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം കൊണ്ടുള്ള ആ ഒരു മോഹം കൊണ്ട് തന്നെയാണ് നീ എന്ത് ചെയ്തത്, ഈ ലോകത്തെ ദഹിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ എന്നുള്ള അഹംഭാവം മനുഷ്യന് നല്ലതല്ല, അത് ആപത്താണ് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ് എന്ന് ലക്ഷ്മണനോട് പറയുകയാണ് ഭഗവാൻ. നീ ഈ ലോകത്തെ ദഹിപ്പിക്കാൻ വിചാരിച്ചത് നിന്റെ അജ്ഞതയാണ്. ഞാനെല്ലാം എന്ന് വിചാരിച്ചത് നിന്റെ അജ്ഞതയാണ്. തുടർന്ന് പറയുന്നു, ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികയെന്നറിയ നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ തന്നെ, മനുഷ്യരുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ തന്നെ അതിൻ്റെ കാരണം എന്താണ്? ദേഹാഭിമാനികൾക്ക് ദോഷമുണ്ടാകുന്നതൊക്കെ തന്നെ ഈ കോപം നിമിത്തമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ദേഹമല്ലോർക്കിൽ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാവുന്നതും. ദേഹാഹം, ഞാൻ ദേഹമാണ് എന്നുള്ള ആ വിചാരം മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്നു. അത് അവിദ്യയാണെന്നാണ് പറയുന്നത്. ദേഹമല്ലോർക്കിൽ ജ്ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ. മനുഷ്യർക്ക് ദേഹത്തെക്കുറിച്ചുള്ള ചിന്തയല്ല വേണ്ടത്. ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവ് ആണ് എന്നുള്ളൊരു ബോധമാണ് വേണ്ടത്. അതാണ് മനുഷ്യർക്ക് വേണ്ടത്. ദേഹമല്ലോർക്കിൽ ജ്ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യകൾ. അതാണ് യഥാർത്ഥത്തിൽ വിദ്യ എന്ന് പറയുന്നത്. സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനന മരണ ദുഃഖങ്ങളാണ്. ആ ദുഃഖങ്ങൾക്ക് കാരണം അവിദ്യയാണ്. സംസാരനാശിനിയായത് വിദ്യ. സംസാരത്തെ നശിപ്പിക്കുന്നതാണ് വിദ്യ എന്ന് പറയുന്നത്. അതിനാൽ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നത്. ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവരെന്താണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ചെയ്യണം. എങ്ങനെ? ഏകാഗ്രചേതസാ, ഏകാഗ്രതയോടുകൂടി അവർ പരിശീലിക്കണം. എന്ത് പരിശീലിക്കണം? കാമം, ക്രോധം, ലോഭം ഇതൊക്കെ മറന്ന് എന്താണോ മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികളുടെ മോക്ഷം എന്താണ്? പഠനം എന്നാണ്, പരീക്ഷയിൽ ജയം എന്നുള്ളതാണ്, ജീവിതത്തിൽ ഉന്നതി കൈവരണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. അത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏകാഗ്ര ബുദ്ധിയോടെ വിദ്യ അഭ്യസിക്കേണ്ടതാണ്. ഇത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നത് എന്ന് പറയുക നീ. അവിടെ ഏകാന്തതയോടെ വിദ്യാഭ്യാസം ചെയ്യുന്ന ആ സമയത്ത് കാമക്രോധ ലോഭമോഹാദികൾ നമ്മുടെ ശത്രുക്കളാണെന്ന് അറിയണം. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളെന്നതിൽ ക്രോധമറികടോ. നമുക്ക് മുക്തി കിട്ടുന്നതിൽ വിഘ്നം, തടസ്സമുണ്ടാക്കുന്നത് ക്രോധം തന്നെയാണ്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ ക്രോധം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് തുടർന്നുള്ള വരികളിൽ ഭഗവാൻ പറയുന്നുണ്ട്. മാതാ പിതൃ ഭാതൃ മൃത്ത സഖി മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. മാതാവ്, പിതാവ്, ഭ്രാതാവ്, മിത്രങ്ങൾ, സഖികൾ ഇവരെയൊക്കെ ക്രോധം കൊണ്ട് മനുഷ്യർ സംഹരിക്കുന്നു. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമുണ്ടാകുമ്പോഴാണ്, ദേഷ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ഈ സംസാരത്തിൽ, ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനത്തിനും ദുഃഖത്തിനുമൊക്കെ കാരണം ക്രോധം തന്നെയാണ് മനുഷ്യരുടേത്. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം തന്നെയാണ് അവരുടെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നത്. ക്രോധം, അതുകൊണ്ട് തന്നെ ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ബുദ്ധജനം എന്ത് ചെയ്യണം? ക്രോധം. ബുദ്ധജനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? ക്രോധത്തെ ഉപേക്ഷിക്കണം. ക്രോധമല്ലോ യമനായത് നിർണയം. യമൻ, കാലനാകുന്നത് ക്രോധം തന്നെയാണ്. വൈതരണ്യാഖിയാകുന്നത് തൃഷ്ണയും, വൈതരണീ നദിയാകുന്നത് തൃഷ്ണയാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. നമ്മുടെ ധർമ്മത്തെയൊക്കെ ക്ഷയിപ്പിക്കുന്നതും
ഈ ഒരു ക്രോധം തന്നെയാണ്. ഇവിടെ അതിൻ്റെ കാഠിന്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വൈതരിണി അഖ്യ, വൈതരിണി എന്ന് പേരുള്ള ഒരു നദിയാണ്, നരകത്തിലെ ഒരു നദിയാണത്. ആ നദി കടക്കണമെങ്കിൽ വലിയ പാടാണ്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ അഭാവം കാരണം പറയണില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ക്രോധം യമനാണെന്നും തൃഷ്ണ എന്ന് പറയുന്നത്, തൃഷ്ണ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വൈതരണി നദിയാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ സന്തോഷമാകുന്നത് നന്ദനവനമാണ്. സന്തതം ശാന്തിയെ കാമസുരഭികേള്. ഇപ്പോൾ ക്രോധം കാലനാകുന്നു, വൈതരണി നദി ആഗ്രഹം വൈതരണി നദിയായി ആണെന്നും പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയാണ് സന്തോഷം എന്ന് പറയുന്നത് നന്ദനോദ്യാനമാണ്. അത് അവിടെയാണ് ശാന്തി ലഭിക്കുന്നത്, നമുക്ക് സന്തോഷം ലഭിക്കുന്നത്, മോക്ഷം ലഭിക്കുന്നത്. ശാന്തി എന്ന് പറയുന്നത് കാമസുരഭിയാണ്. കാമസുരഭി എന്ന് പറഞ്ഞാൽ കാമധേനുവാണ്. അതിനാൽ എന്താണ്, ക്രോധമൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. അതുകൊണ്ട് തന്നെ ശാന്തിയെയാണ്, സമാധാനത്തെയാണ്, ക്രോധമില്ലായ്മയെയാണ് നീ ഭജിക്കേണ്ടത്. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. സന്താപം എന്നാൽ ഒരു ജാതിയും വരാം. അങ്ങനെ ക്രോധമില്ലാത്ത അവസ്ഥയിൽ ശാന്തി നിന്റെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഒരു തരത്തിലും നിനക്ക് ദുഃഖമുണ്ടാവുകയില്ല എന്ന് ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ പ്രിയപ്പെട്ട അനുജനായ ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. നന്ദി, നമസ്കാരം.